ഹലോ സാറേ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. കൂത്തുറമ്പ് പറയൂ. സാറേ, 1976 ജൂൺ 27. ഹലോ, കേൾക്കുന്നുണ്ട്. ജൂൺ 26. ജൂൺ 27. ഓക്കെ. സമയം പറയൂ. സമയം 10:15 രാവിലെ. നിങ്ങളുടെ തന്നെയാണോ? അതെ. തിരുവാതിര നക്ഷത്രം. അതെ സാറേ. എന്താണ് അറിയേണ്ട വിഷയം? പറയൂ. ഇപ്പം ചെയ്യുന്നതിലൊന്നും വലിയൊരു പുരോഗതി ഒന്നും കാണുന്നില്ല. അതെ. നിങ്ങൾക്ക് ഇനി എന്തായാലും ശനി കഴിയാതെയൊന്നും നിങ്ങൾക്ക് നല്ല കാലം ഇല്ലല്ലോ. അത് ഈ ശനിയിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നത് തന്നെ നിങ്ങൾക്കും പണ്ടാരോ പറഞ്ഞ പോലെ പള്ളിയിലെ കാര്യം അള്ളാഹ്ക്കറിയാമെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഓടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ശനിയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. അതുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട പീരീഡാണ്. വളരെ ശ്രദ്ധിക്കണം. 26 5-ാം മാസം വരെയാണ്. അപ്പോൾ അതായത് ഒരു കൊല്ലം 5 മാസം ഏറ്റവും ശ്രദ്ധിക്കേണ്ട പീരീഡാണ്. ഹെൽത്തും കൂടി ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ വ്യാഴാപഹാരം വരുമ്പോൾ മാറ്റമുണ്ടാവും. പിന്നെ ബുധൻ്റെ ദശ വരുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അത് 28-11-ാം മാസം, 4 കൊല്ലം. അതിനുശേഷം നിങ്ങൾക്കൊരു അവസരം കിട്ടും. ആ അവസരം നിങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള എല്ലാ ക്ഷീണവും മാറ്റിയെടുക്കാൻ പറ്റും. ഒരു മോഹിച്ച പോലെ ഒരു വളർച്ചയും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾ അക്ഷീണം പ്രയത്നിച്ചു, കഠിനാധ്വാനം ചെയ്തു, എന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ചെലവ് കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ ഒന്നുമില്ല. കടം കൊടുത്തൊന്നും തിരിച്ചും കിട്ടില്ല, അത് പറ്റിച്ചും പോയി. അങ്ങനെ അതൊക്കെ മൊത്തം കുളമായിപ്പോയി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുധനാണ് നമ്മളെ പ്രതീക്ഷ. രക്ഷപ്പെടാൻ യോഗമുള്ളവൻ്റെ ജാതകമാണ്. ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ ഈ ബുധൻ്റെ ദശയിൽ, അതായത് കുറച്ചൊരു പ്രായം അങ്ങോട്ടേക്ക് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും വലിയ ആണുങ്ങൾക്ക് അതൊന്നും ഒരു വലിയ വയസ്സല്ല. അതായത് 52 വയസ്സ് അതൊന്നും ഒരു പ്രായമല്ല ആരോഗ്യമുള്ള ആണിന്. അപ്പോൾ അതുകൊണ്ട് ആ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കാരണം കൃത്യമായിട്ട് പരിശോധനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. പിന്നെ കുടുംബപരമായിട്ടൊരു ഗുളികനുണ്ട്. ആ ഗുളികന് വേണ്ടതൊക്കെ പൂയം വെച്ചിട്ടൊക്കെ അതൊക്കെ അവനെ തൃപ്തിപ്പെടുത്തണം. അമ്മേൻ്റെ കുടുംബത്തിലാണത്. അത് നിങ്ങളുമായിട്ട് ആ ഗുളികനെ പോയിട്ട് നിങ്ങൾ മാസത്തിലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എവിടുത്തെ കർമ്മങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യണം. ഗുളികൻ ഭൈരവാദി പഞ്ചമൂർത്തികളിൽ പെട്ട ഒരു മൂർത്തിയാണ്, ക്ഷിപ്രപ്രസാദിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുടുംബ ബന്ധം വന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കുടുംബബന്ധം വരുമ്പോൾ അതിൻ്റെ യുക്തിക്കൊന്നും ചിന്തിക്കാൻ പാടില്ല. ശിവൻ്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട ഒരു മൂർത്തിയാണ് ഗുളികൻ. പക്ഷേ ഈ ഗുളികൻ നമ്മളെ കുടുംബത്തിൽ വെച്ചാരാധന വന്നു പോയാൽ പിന്നെ അതിനെ പുറത്ത് വേറെ ചിന്തിക്കാനൊന്നും പാടില്ല. അതിന് വേണ്ട രൂപത്തിൽ ചെയ്യുക. അത് ചെയ്യാതെ നിങ്ങൾ ഗുരുവായൂരോ അല്ലെങ്കിൽ ശബരിമലയിലോ ഒന്നും പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ ശനിദോഷം മാറ്റാൻ വേണ്ടി നിങ്ങൾക്കിപ്പോൾ ശബരിമലയിൽ പോകാം, ഹനുമാൻ സ്വാമിയുടെ പോയി കാണാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഈ കുടുംബ ബന്ധം, അമ്മയുടെ ബന്ധത്തിൽ പെട്ടിരിക്കുന്ന ഈ ഗുളികനെ കാണാതെയും പിടിക്കാതെയും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മളെ ഈ പറയുന്ന സമയം എനിക്ക് വരാനുണ്ടെന്നുള്ള വിശ്വാസം നിങ്ങളെ നന്നായിട്ട് മുമ്പോട്ട് നയിക്കട്ടെ. കാരണം എനിക്കിങ്ങനെ ഇന്ദുലാൽ നാരായണൻ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ 52-ന് ശേഷം ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവീ ഭക്തനായ ആ മനുഷ്യൻ പറയുന്നത് പിഴക്കില്ല, ആ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള. അപ്പോൾ അത് നിങ്ങൾക്ക് മുമ്പോട്ട് പ്രയാണം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾക്കൊരു ശക്തിയായിട്ട് നിങ്ങൾ മനസ്സിൽ കിടക്കണം. കാരണം ഓരോന്നും ദുരനുഭവങ്ങൾ വന്നിട്ട് അങ്ങനെ മടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഈ വാക്കാണ് ദീപ പോലെ മുമ്പിൽ ഇങ്ങനെ നയിക്കേണ്ടത്. വെളിച്ചമേ നയിച്ചാലൊന്നില്ലേ, ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന് പറയുന്നില്ലേ, അത് ഈ വാക്ക് നിങ്ങൾക്ക് ആ ലീഡ് കൈൻഡ്ലി ലൈറ്റ് അതായി മാറട്ടെ. ഓക്കെ. പണിയെടുക്കാതെ പറ്റുമോ? അത് മാറ്റം വരേണ്ട സമയത്ത് മാറ്റം വരും. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ.
ഇല്ല അത് ചെയ്യുന്നുണ്ട്. അതിപ്പം നമുക്ക് ചെലവ് കഴിയണ്ടേ, കുടുംബം ഇല്ലേ അല്ലേ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുക, പുരോഗമനം വരാൻ കാത്തിരിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ 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 ശരി ശരി സാർ, നന്ദി. ശരി ശരി.